സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലേക്കും എല്ലാം നടന്ന തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരുവിധം റിസൾട്ട് എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. UDF വളരെയധികം സന്തോഷത്തിലാണ്. LDF വളരെയധികം നിരാശയിലാണ്. BJPക്കും വളരെയധികം സന്തോഷിക്കാനില്ല. എന്നിരുന്നാലും ആദ്യമായി ഒരു കോർപ്പറേഷൻ അവർക്ക് കിട്ടി, തിരുവനന്തപുരം തലസ്ഥാന നഗരി. അവരും സന്തോഷത്തിലാണ്. എങ്ങനെയായാലും UDFന് അട്ടിമറി വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യമായിട്ടാണ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് UDFന് ഇത്രയും നേട്ടമുണ്ടായ ഒരു ചരിത്രം ആദ്യത്തെ സംഭവമാണ്. എന്തായാലും LDFകാരും UDFകാർ പോലും ഇത്രയും വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ഗ്രാമപഞ്ചായത്തിൽ എന്ന് പറയുന്നത് 941 ഗ്രാമപഞ്ചായത്തുകളാണ്. അതിൽ 505 ഗ്രാമപഞ്ചായത്ത് UDFന് ഭരിക്കാം. UDFന് 505 ഗ്രാമപഞ്ചായത്തുകൾ, LDFന് 340 ഗ്രാമപഞ്ചായത്തുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം UDFന് വളരെ കുറഞ്ഞ ഗ്രാമപഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ 30 വർഷത്തിനിടയിൽ ആദ്യമായിട്ടുള്ള വിജയമാണ് ഈ എല്ലാ ഇതിലും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, എല്ലാത്തിലും ഇങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ ആദ്യത്തെ സംഭവം UDFന്. LDFന് പോലും ഇങ്ങനെ കിട്ടിയിട്ടില്ല. എന്തായാലും അപ്പോ ഗ്രാമപഞ്ചായത്ത് 941 505 ഗ്രാമപഞ്ചായത്ത് UDF ഭരിക്കും. 340 LDF ഭരിക്കും. 26 NDA ഭരിക്കും. അപ്പോ ആ വ്യത്യാസം നോക്കണം നമ്മൾ. അപ്പൊ ജനങ്ങള് കട്ടയ്ക്ക് നിന്നിരിക്കുകയാണ് UDFന്റെ കൂടെ. അവരുടെ പ്രതീക്ഷകള് യാതൊരു കാരണവശാലും UDF തല്ലിക്കെടുത്തരുത്. എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങള് പരിഹരിക്കാൻ വേണ്ടിയായിരിക്കണം പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്. അപ്പോ BJP ഇവിടെ എന്തോ വികസനം പറഞ്ഞാണ് വോട്ട് ചോദിച്ചത്, അങ്ങനെയാണ് തിരുവനന്തപുരത്ത് കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട്. BJP എന്താണ്, ബാക്കി എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട്, കേന്ദ്രം ഭരിക്കുന്നില്ലേ? അവിടെയൊന്നും എന്ത് വികസന പ്രവർത്തനം നടത്താത്തത്? അവിടെയല്ലേ ആദ്യം നടത്തേണ്ടത്? ഗുജറാത്തിലും UPയിലോട്ടും മധ്യപ്രദേശിലും രാജസ്ഥാനും ഒക്കെ പോയി നോക്കി, ഒറീസയിലും എല്ലാം പോയി നോക്കണം. എന്നിട്ട് നമുക്കറിയാമല്ല, വികസന പ്രവർത്തനത്തിന്റെ കൂടുതൽ കൊണ്ടാണ് ബീഹാറിൽ നിന്നും UPയിൽ നിന്നും